കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോൾ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുവാൻ. സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുവാൻ. ഒന്നാം സങ്കീർത്തനം 3-ാം വാക്യം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കുന്നവനായ ഒരു മനുഷ്യൻ്റെ സ്ഥിതിഗതികളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തതായ ഒരു വ്യക്തി. അദ്ദേഹം പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നതായ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളതായ ഭക്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഈ 3 പ്രത്യേകതകൾ വളരെയധികം ചിന്താർഹങ്ങളാണ്. എന്തൊക്കെയാണത്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്.
ആറ്റരികത്ത് നട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം കരുതലോടുകൂടെ നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഒരു തൈ വളർന്നു വരുമ്പോൾ അതിന് വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് ജലവും ലവണങ്ങളുമാണ്. വെള്ളം കിട്ടാത്തതായ ഒരു വൃക്ഷത്തിനും ശരിയാവണ്ണം വളരുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നട്ടിരിക്കുന്ന ആൾ എന്താണ് ചെയ്തിരിക്കുന്നത്? അതിനെ ഒരു ആറിൻ്റെ തീരത്ത് കൊണ്ട് എന്ന് നട്ടുവെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ സമയത്തും ധാരാളം വെള്ളം വലിച്ചെടുക്കുന്നതിന് സൗകര്യമുള്ളതായ ഒരു സ്ഥാനത്താണ് അതിനെ കൊണ്ട് ചെന്ന് നട്ടുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നട്ടിരിക്കുന്ന ആൾ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനം നോക്കി അതിനെ നട്ടുവെച്ചിരിക്കുന്നു. നമുക്കറിയാം, കാലാവസ്ഥ മാറി വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ വളരെയധികം ഉണക്കുള്ളതായ സമയമുണ്ടാകാം. അങ്ങനെ വെള്ളം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയെന്നിരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ കൊടൈക്കനാലിൽ ധാരാളം സബർജല്ലി മരങ്ങളുണ്ടായിരുന്നു. അത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. കൊടൈക്കനാലിൽ എവിടെ ചെന്നിരുന്നാലും ആ സമയത്ത് നിറയെ സബർജല്ലി പഴങ്ങളുമായി നിൽക്കുന്ന ഈ സബർജല്ലി മരങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെന്നതായ സമയത്ത് കാണാൻ കഴിഞ്ഞത് ഈ സബർജല്ലി മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. ഒരു കാലത്ത് ധാരാളം സബർജല്ലി പഴങ്ങൾ വളരെ സുലഭമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഒരു സബർജല്ലി പഴം പോലും കിട്ടാത്തതായൊരു കാലത്തേക്ക് വന്നു. കാരണം എല്ലാ മരങ്ങളും ഉണങ്ങിപ്പോയി. ഒരു വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിന് വെള്ളവും വളവും ഒക്കെ അതാത് സമയങ്ങളിൽ ലഭിക്കുന്നില്ല എങ്കിൽ അത് ഉണങ്ങിപ്പോകും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ രാപ്പകൽ യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യനെ ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തോട് ഉപമിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം അത് ഉണങ്ങിപ്പോകുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ അതിനെ നട്ടിരിക്കുന്നു. ഇരമ്യാ പ്രവാചകൻ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇരമ്യാ പ്രവചനം 17-ാം അധ്യായം 7 മുതലുള്ളതായ വാക്യങ്ങൾ: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇവിടെ എത്ര കൃത്യമായി പ്രവാചകൻ ഈ കാര്യം പറഞ്ഞിരിക്കുകയാണ്. നമ്മെ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായ ഒരു ആറിൻ്റെ തീരത്ത് അവരെ ദൈവാത്മാവ് നട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഒരു വൃക്ഷത്തോട് സമാനമായി അതിനെ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. ഏതാണ് ഈ ആറെന്ന് പറയുന്നത്? വെള്ളം 2 നിലകളിലുള്ളതായ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഒഴുക്ക് വെള്ളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും, സ്ഥിരമായി നിൽക്കുന്ന ശാന്തമായി കിടക്കുന്ന വെള്ളം ദൈവവചനത്തെയും കാണിക്കുന്നു. അങ്ങനെ 2 നിലകളിൽ ഇത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ദൈവവചനത്തിൻ്റെ സമീപത്ത് നമ്മെ നട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ദൈവവചനം ധാരാളം നമുക്ക് പാനം ചെയ്യത്തക്ക നിലയിൽ ഈ ആറിൻ്റെ തീരത്ത് ഉഷ്ണം തട്ടാതെ വണ്ണം ഇല എപ്പോഴും പച്ചയായിരിക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് നമ്മെ നട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കാതെ വരൾച്ചയുള്ള കാലത്തും ഇല പച്ചയായിരിക്കുന്ന, ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു വൃക്ഷം എന്നുള്ള നിലയിൽ ദൈവമക്കളെ ദൈവാത്മാവ് ഈ ദൈവവചനത്തിൻ്റെ സമീപത്ത് നട്ടുവച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ് എന്ന് കരുതുമ്പോൾ എത്രമാത്രം നമ്മെ കരുതലോടുകൂടെയാണ് ദൈവം ഓരോ സ്ഥാനത്താക്കിയിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നതായ ഈ ആഴമേറിയ ചിന്ത ഇന്ന് രാവിലെ നമ്മെ ഭരിക്കുന്നതിന് ഇടയാകട്ടെ. നമ്മെ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പറയുകയാണ്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. ഒരു വൃക്ഷം അത് വളർന്നു വരുമ്പോൾ തക്ക കാലത്ത് ഫലം കായ്ക്കേണ്ടത് ആവശ്യമാണ്. ഒരു തൈ നടുന്നതായ സമയത്ത് ആ നടുന്ന വ്യക്തി എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നടുന്നത്? ഇത്ര കാലം കഴിയുമ്പോൾ അത് കായ്ക്കും എന്നുള്ളതായ പ്രതീക്ഷയിലാണ് അത് നടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ധാരാളം തെങ്ങിൻ തൈകളും മറ്റ് ഫലവൃക്ഷ തൈകളുമൊക്കെ സുലഭമാണ്. ചില തെങ്ങിൻ തൈകൾ 3-ാം വർഷം കായ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടുമാവിൻ്റെ തൈകൾ, മറ്റ് പലതരത്തിലുള്ളതായ ഫലവൃക്ഷ തൈകൾ, ഇതൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് കായ്ക്കുന്നതായ തൈകളാണ്.
അത് നട്ടുവച്ചതിന് ശേഷം അത് നട്ടിരിക്കുന്ന ആള് ആ കാലമാകുമ്പോൾ നോക്കുന്നത് ഈ വൃക്ഷത്തിൽ ഫലമുണ്ടോ എന്നുള്ളതാണ്. ഓരോ ദിവസവും അതുതന്നെയാണ് ആ വ്യക്തി സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ചില മരങ്ങളിൽ ഈ പഴങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഉദാഹരണത്തിന് ആപ്പിൾ മരങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിൽ നിറയെ ആപ്പിൾ നിറഞ്ഞു നിൽക്കുന്നതായ കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. നല്ല പഴുത്ത ആപ്പിൾ നിറഞ്ഞു നിൽക്കുന്നതായ ഈ ആപ്പിൾ മരങ്ങൾ എത്ര മനോഹരങ്ങളാണ്. നമുക്ക് കേരളത്തിലെ ആപ്പിളുകൾ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കാശ്മീരിൽ നിന്ന് വരുന്നതായ ആപ്പിളുണ്ട്. കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ കാന്തല്ലൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആപ്പിൾ തോട്ടങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ ആപ്പിൾ മരങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അത് വളരെ മനോഹരങ്ങളാണെന്ന് ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അമേരിക്കയിലെ ഫിലദൽഫിയയിലുള്ളതായ ആപ്പിൾ തോട്ടങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ളതായ ഈ ആപ്പിൾ തോട്ടങ്ങളിൽ ആപ്പിൾ മരങ്ങളിൽ ഇങ്ങനെ നിറയെ പഴുത്ത ആപ്പിളുകൾ നിൽക്കുന്ന കാഴ്ച തന്നെ മനോഹരങ്ങളാണ്. ഈ പഴം ശേഖരിക്കാൻ അവർ വരുന്നതൊരു പ്രത്യേകതയാണ്. അവർ വന്നിട്ട് ഈ മരം ഒന്ന് പിടിച്ച് കുലുക്കുന്നതായ സമയത്ത് ഒരു പരിധിയിൽ കൂടുതൽ പഴുത്ത ആപ്പിളുകൾ താഴെ വീഴും. അങ്ങനെ വീണതൊന്നും അവർ കളക്ട് ചെയ്യാറില്ല. ആ മരങ്ങളിൽ നിൽക്കുന്നതായ ആപ്പിളുകളാണ് അവർ പറിച്ചെടുക്കുന്നത്. താഴെ വീണ് കിടക്കുന്നതായ ഈ ആപ്പിൾ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നതായ ആപ്പിളുകളെക്കാൾ എത്രയോ വലിപ്പമേറിയതും നല്ല രുചിയുള്ളതുമാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ. നമ്മുടെ തോട്ടക്കാരൻ നമ്മെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥാനത്ത് നട്ടിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രത്യേകം ചിന്തിക്കേണ്ടുന്നതായ ഒരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായ ഒരു ഉപമ ഇങ്ങനെയാണ്. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. ഇവിടെ പറയുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കാത്ത ഒരു മരത്തെ സംബന്ധിച്ചാണ്. അതിനെ തോട്ടക്കാരൻ വളരെ കൃത്യമായി അതിനെ നട്ടുവെച്ചു. അതിൽ ഫലം തിരഞ്ഞു വന്നു. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലം നോക്കിയ സമയത്ത് അതിൽ യാതൊരു കായ്കളും കാണുന്നില്ല. അതുകൊണ്ട് തോട്ടക്കാരനോട് യജമാനൻ പറയുകയാണ്, നമുക്ക് ഈ മരത്തെ വെട്ടിക്കളഞ്ഞേക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നതായ ഫലം ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇത് നിലത്തെ നിഷ്ഫലമാക്കി കളയുന്നു. നമ്മെ നട്ടുവെച്ചിരിക്കുന്ന നമ്മുടെ യജമാനൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെയുള്ളതായ ഫലങ്ങൾ നമ്മിൽ നിന്ന് നമ്മുടെ യജമാനൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ദീർഘക്ഷമയില്ല. ഇതൊക്കെയല്ലേ വാസ്തവത്തിൽ നമ്മുടെ ക്രൈസ്തവ ഗോളത്തിൽ നാം കാണുന്നത്? വിശ്വാസികളിൽ നാം കാണുന്നത് ഇതൊക്കെ തന്നെയല്ലേ? യാതൊരു സന്തോഷമോ സമാധാനമോ സ്നേഹമോ ഐക്യമോ ഒന്നുമില്ലാത്തതായ ഒരു സ്ഥിതിവിശേഷം നാം ഇന്ന് കാണുകയാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുകയാണ്, നമ്മിൽ നിന്ന് തോട്ടക്കാരൻ പ്രതീക്ഷിക്കുന്നതായ ആ ഫലങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ നിലത്തെ നിഷ്ഫലമാക്കി കളയുന്ന വൃക്ഷങ്ങളെ യജമാനൻ വെട്ടിക്കളയുവാനായിട്ട് കൽപ്പിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷേ തോട്ടക്കാരൻ്റെ അപേക്ഷ നിമിത്തം ഓരോ വർഷം കൂടെ മേലാൽ കായ്ച്ചെങ്കിലോ എന്നുള്ളതായ ഒരു പരിഗണന നൽകി നിർത്തിയിരിക്കുന്നതായ അനേക വൃക്ഷങ്ങളുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ നാം കാണുന്ന ചില വാക്യങ്ങൾ ഇതോടനുബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കും. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
നോക്കണം, എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്ന് ദൈവവചനം സ്പഷ്ടമായി നമ്മോട് പറയുകയാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അവർ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത്? കൃത്യമായ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ആകാത്ത ഫലം കായ്ക്കുന്നവരല്ല സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്ന ഒരുവനും പോകുന്നില്ല. എന്നാൽ കൃത്യമായ ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങൾ അതാരാണോ അവരാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ. ഈ 1-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മോട് വായിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നാം ഇരമ്യാപ്രവചനത്തിൽ വായിച്ചതായ വാക്യം അത് തന്നെയാണ് പറയുന്നത്. ഉഷ്ണം തട്ടുമ്പോഴും വരൾച്ച വരുമ്പോഴും അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കുന്ന ഒരനുഭവം. ഏത് സാഹചര്യത്തിലും ഇല പച്ചയായിരിക്കുന്ന ഒരു വൃക്ഷം എത്രമാത്രം മനോഹരമായിരിക്കും. ഉഷ്ണകാലത്തും ഇല പച്ചയായിരിക്കും. അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടാകണമെങ്കിൽ അതിന് എല്ലാ സമയത്തും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മെ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. പ്രയാസങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഞെരുക്കങ്ങൾ വരട്ടെ, ഇല്ലായ്മകൾ വരട്ടെ, രോഗങ്ങളോ ക്ഷീണങ്ങളോ എന്തും വരട്ടെ, ആ സമയത്തും സന്തോഷത്തിനോ സമാധാനത്തിനോ ഒന്നും ഒരു കുറവുമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതങ്ങളെ കണ്ടുകൊണ്ടാണ് ദൈവാത്മാവ് ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കുന്നതായ അനുഭവം. എത്ര വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, കഷ്ടതയിലൂടെ, ഞെരുക്കത്തിലൂടെ, രോഗത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഈ ദൈവവചനം ആവോളം പാനം ചെയ്ത് എല്ലാ സമയത്തും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് എല്ലാ സമയത്തും ഇല പച്ചയായിരിക്കുന്ന അനുഗ്രഹീതമായൊരു വൃക്ഷമായി നിലനിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരാണ് വാസ്തവത്തിൽ യഥാർത്ഥ വിശ്വാസികൾ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യുവാനിടയാകട്ടെ. നാം ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്ത അനുഗ്രഹീതമായ വൃക്ഷം പോലെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ളതായ അനുഗ്രഹീതമായ അനുഭവം ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, ദൈവവചനമാകുന്ന ഈ വലിയ ആറിൻ്റെ തീരത്ത് ഞങ്ങളെ നട്ടിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ സമയത്തും അതിൽ നിന്ന് ധാരാളം ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ വെള്ളം വലിച്ചു കുടിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. രാപ്പകൽ അവിടുത്തെ വചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സമയത്തും ഇല പച്ചയായിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷങ്ങളായി നിലനിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും ഇവിടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിവസം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നാവട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെ സ്വാധീനത്താൽ, ശക്തിയാൽ ഞങ്ങൾ ഇല പച്ചയായിട്ടുള്ള അനുഭവത്തോടുകൂടെ തഴപ്പുള്ളതായ വൃക്ഷങ്ങളായി നിലനിൽപ്പാൻ, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷങ്ങളായി നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.